വീണ്ടും പ്രകോപനവുമായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ക്യാൻസറാണ്, അതിനെ നിശ്ചയമായും ഒഴിവാക്കണം, അങ്ങനെ ഇസ്രായേലിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നും ഖമേനി. ഇറാൻ US ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രകോപനം എന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ വംശഹത്യയ്ക്ക് ഒരുങ്ങുന്നു എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഖമേനി നൽകുന്നത്. قده سرطانی خطرناک مهلک این منطقه است، حتما باید برکنده شود و خواهد شد. جمهوری اسلامی اصول مشخصی دارد، منظومه ارزشی معینی داره، با همه فراز و نشیب‌هایی که در پیرامون ما اتفاق افتاده بر این اصول تکیه کرده و کشور رو پیش برده. امروز ایران 30 سال قبل و 40 سال قبل و 50 سال قبل نیست. امروز به توفیق الهی، به فضل الهی، به کوری چشم دشمنان. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു പ്രസ്താവനയല്ലേ അയത്തുള്ള അലി ഖമേനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഗൗരവ സ്വഭാവം കൂടിയുള്ളതാണ്? രോഹിണി, തീർച്ചയായും അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരാമർശം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായും ഒരു വംശഹത്യ നടത്തുക തന്നെ ചെയ്യുമെന്ന് ഒരു പരമോന്നത നേതാവ് പൊതുവേദിയിൽ, ഒരു പബ്ലിക്കായ വേദിയിൽ പറയുന്നു എന്നുള്ളത് ഏറെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ ഈ പരിപാടി നടക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും, ഖമേനിയുടെ ഓരോ വാക്കുകളും ആ സദസ്സ് ഏറ്റെടുക്കുകയും അതിനോടൊപ്പം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹം പറയുന്നത് 1948 മുതലുണ്ടായിരിക്കും മുന്നോട്ട് വന്ന യഹൂദ മുന്നേറ്റമായ സയനിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു ക്യാൻസറാണ് പശ്ചിമേഷ്യയെ ബാധിച്ചിരിക്കുന്നത്. ആ പശ്ചിമേഷ്യയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറായ സയനിസ്റ്റ് മുന്നേറ്റത്തെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും, അത് ഇല്ലാതാക്കുക തന്നെ വേണമെന്ന നിലപാടാണ്. അതിൽ നിന്നും കൃത്യമായി യഹൂദന്മാരെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ഒരു സന്ദേശം തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ഗൗരവമേറിയ ചില നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഖമേനിയുടെ വാക്കുകളിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്ലാമിന് ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളെല്ലാം നിലനിർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്കുണ്ട്. 30-50 വർഷം മുമ്പുള്ള ഇറാൻ അല്ല ഇപ്പോൾ ഉള്ളത് എന്ന ഒരു സാഹചര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. വംശഹത്യയ്ക്ക് തയ്യാറാകുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ തിരിച്ചുപിടിക്കുന്നതിന് വംശഹത്യയ്ക്ക് തയ്യാറാകണമെന്ന ഒരു നിലപാട് വിളിച്ചു പറയുകയാണ് ഖമേനി. അത് വിളിച്ചു പറയുമ്പോൾ ഇസ്രായേലിൻ്റെ മരണം എന്ന മുദ്രാവാക്യം തിരിച്ചു വിളിക്കുന്നു, അമേരിക്കയുടെ മരണം, അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ മരണം എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ നേരത്തെയും അവർ വിളിക്കുന്നുണ്ട് ഇതേ സദസ്സിൽ തന്നെ. അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു നീക്കം ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ എല്ലാം പുറത്തു വരികയും ചെയ്തത്. ഇത്തരത്തിൽ പരസ്യമായി വംശഹത്യയ്ക്ക് ഒരു ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നത് ഒരു വസ്തുനിഷ്ഠമായ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സാഹചര്യം, അതായത് ഇത്തരത്തിലൊരു പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് എന്നതും ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. അമേരിക്ക ആണവ ചർച്ചകളുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ഇറാനെ ആണവ നിരായുധീകരണം നടത്തുക എന്നതാണ്. അത്തരത്തിൽ ആണവ നിരായുധീകരണം നടത്താനുള്ള നീക്കങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് പ്രത്യക്ഷമല്ല െങ്കിലും വളരെ പരോക്ഷമായ രീതിയിൽ ഖമേനി മുന്നോട്ട് വയ്ക്കുന്നു എന്ന് കൂടിയാണ് ഇതിനെ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇനിയും സംഭരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കും, അല്ലെങ്കിൽ യഹൂദ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. അത്തരത്തിലൊരു സൂചന നൽകുമ്പോൾ അത് കേട്ടിരിക്കുന്നവർ ഏറ്റുപിടിക്കുന്നു. അതുപോലെ തന്നെ മരണം, അതായത് ഇസ്രായേലിൻ്റെ മരണം, UK-യുടെ മരണം, അതുപോലെ ബ്രിട്ടൻ്റെ മരണം, അമേരിക്കയുടെ മരണം എന്ന രീതിയിലൊക്കെ തുടർച്ചയായി ബഹളം വയ്ക്കുന്ന രീതിയിൽ തിരിച്ചും മുദ്രാവാക്യം വിളിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം, ഒരു പ്രകോപനകരമായ ഒരു സംവിധാനം സൃഷ്ടിച്ച് അത്തരത്തിലുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ച് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ച അതേ വീഡിയോ തന്നെ പ്രകോപനപരമായി പ്രദർശിപ്പിക്കാനുള്ളൊരു നീക്കവും അതുപോലെ തന്നെ അത് പടർത്തി അത്തരം ഒരു സന്ദേശം ജനങ്ങളിലേക്ക് പടർത്താനുള്ളൊരു നീക്കവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 മിനിറ്റോളമുള്ള ഈ വീഡിയോയിൽ പലതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏറ്റവും ഗൗരവമേറിയ വംശഹത്യാ പരാമർശം ഇയാൾ നടത്തുന്ന ഒരു ദൃശ്യമാണ് ഏറ്റവും ചുരുങ്ങിയ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി ഇതിനേക്കാൾ സങ്കീർണമായ
ആഹ്വാനങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ളൊരു നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഉള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം ഇനിയും വലിയ തോതിൽ തകരാനുള്ള സാധ്യതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ പ്രകോപനപരമായ പ്രസംഗം. അതെ, തീർച്ചയായും. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.